കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും വിഷമങ്ങളും ഇല്ലാത്ത ആരും ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കാൻ ഒരു സാധ്യതയില്ല. ഏതൊരു വ്യക്തി എത്ര സമ്പന്നനായിക്കോട്ടെ, എത്ര ദരിദ്രനായിക്കോട്ടെ, എല്ലാവരും ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രതിസന്ധികളുണ്ട്. പക്ഷേ ഓരോരുത്തർക്ക് വ്യത്യസ്തമാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് പലപ്പോഴും നമ്മുടെ ആളുകൾ തനിക്കുണ്ടാകുന്ന കഷ്ടപ്പാടും തനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഏറ്റവും വലുതായിട്ട് കാണുകയും മറ്റുള്ളവരുടെ വിഷമങ്ങളും വേദനകളെയും നമ്മൾ എന്ത് ചെയ്യും, നിസ്സാരമായിട്ട് കാണും. ഓ നിനക്കെന്നാ, എൻ്റെ അത്ര ഒന്നും നിനക്ക് പ്രശ്നമില്ലല്ലോ, എൻ്റെ അത്ര ഒന്നും നിനക്ക് വിഷമമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും അവനെ നിസ്സാരമാക്കി പറയാം. അവൻ്റെ വേദന വലുതാണ്. നമ്മുടെ വേദന നമുക്ക് എങ്ങനെ വലുതാണോ അതുപോലെ തന്നെയാണ് അവൻ്റെ വേദന. അതുകൊണ്ട് വചനം പറയുകയാണ്, എന്താണ് ഇവിടുത്തെ അവസ്ഥ? പൗലോസ് പറയുകയാണ്, 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം പറയുകയാണ്. 13-ന്റെ അവസാനത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ, നിങ്ങൾക്ക് കഴിവുള്ളതിനപ്പുറമായി പരീക്ഷിക്കപ്പെടുവാൻ താൻ നിങ്ങളെ കൈവിടുകയില്ല. പ്രത്യുത നിങ്ങൾക്ക് സഹിപ്പാൻ കഴിവുണ്ടാകാത്ത വണ്ണം നിങ്ങളുടെ പരീക്ഷയ്ക്ക് താൻ ഒഴിവ് കഴിവുണ്ടാക്കിക്കൊള്ളും. എന്ന് വെച്ചാൽ നമ്മുടെ കഴിവിനപ്പുറത്തൊന്നും നമുക്ക് പ്രയാസങ്ങൾ ദൈവം തരില്ല. അപ്പോൾ എനിക്ക് എൻ്റെ പ്രയാസങ്ങൾ ഞാൻ വലുതെന്ന് പറയും, കർത്താവ് പറയാം നിൻ്റെ കഴിവിനപ്പുറത്തൊന്നും നിനക്ക് പ്രയാസങ്ങൾ തന്നെ. ഇതിനെ അപ്പുറത്ത് എൻ്റെ സഹോദരന്, എൻ്റെ ചുറ്റുപാടുമുള്ള എൻ്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിക്ക് അവൻ്റെ കഴിവിനനുസരിച്ചാണ് അവനും പ്രയാസം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ പ്രയാസങ്ങളെയും ദുഃഖങ്ങളെയും വിഷമങ്ങളെയും നമ്മൾ ചെറുതാക്കി നിസ്സാരമായി കാണാതിരിക്കാൻ സാധിക്കും. കാരണം എൻ്റെ കഴിവിനപ്പുറത്തേക്ക് ദൈവം തരില്ല. എൻ്റെ കഴിവിന് അനുസരിച്ച് ദൈവം എനിക്കും തന്ന. ദൈവം നോക്കുമ്പോൾ നമ്മുടെ ഒന്നും പ്രയാസങ്ങൾ വലുതൊന്നും അല്ലെന്നേ. അതുകൊണ്ട് എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാനും മാനിക്കാനും സാധിക്കട്ടെ.